നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിനെ നോക്കി കാണാനുള്ള കഴിവുണ്ടാവും. ഒരു സ്ക്രീനിൽ സിനിമ കാണുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് കാണുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നദിക്കരയിൽ നിന്ന് പ്രവാഹം കാണുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് പ്രവാഹത്തിനെ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ ജീവിതം വന്നു നിന്ന് പോകുന്നു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ കാക്ക പാറി വന്നു, പാറപ്പുറത്തിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. ഈ കാക്കയാണ് നമ്മുടെ അനുഭവങ്ങൾ. അത് വന്നു നിന്നു പാറിപ്പോയി. പാറ എപ്പോഴും ഉണ്ട്, ഞാനാകുന്നു. എന്നിലൊരു അനുഭവം വന്നു, കുറച്ചു നേരം നിന്ന് പോയി. എല്ലാവരുടെ ജീവിതം ഇതാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്ത് എന്താ നമുക്കറിയില്ല. ഈ 2 ഡേറ്റിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കുറെ അനുഭവങ്ങൾ വന്നു നിന്ന് പോയി, ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ മാറി നിന്ന് കാണാൻ കഴിയുമ്പോൾ നമ്മൾ പറയും സംസാരമുക്തി. ഇതാണ് നമ്മുടെ ഭക്തിയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സംസാരമുക്തി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. ഈ ജീവിതയാത്രയെ പ്രതിനിധാനം ചെയ്യുന്നു, സിംബോളിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു ശബരിമല തീർത്ഥാടനം. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ശബരിമല തീർത്ഥാടനം എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല, ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ സംസാരമുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന്റെയും ബുദ്ധിയുടെയും ദേഹത്തിന്റെയും തലത്തിലുള്ള അനുഭവങ്ങളെ നോക്കിക്കാണണം എന്നുള്ളതാണ് പറഞ്ഞു തന്നത്. ഇതിന് 2 വിധത്തിലുള്ള വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ഒന്ന് ആരാധനയാണ്, ഒന്ന് ഉപാസനയാണ്. ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പൂജയായി, പ്രാർത്ഥനയായി, വ്രതമെടുക്കലായി, തീർത്ഥയാത്രയായി എല്ലാം. ഇതൊക്കെ ആരാധനയായി. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിത്തശുദ്ധി, നമ്മളുടെ ഉള്ളിൽ ശുദ്ധി ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈശ്വരൻ എന്താണ് എന്ന് അന്വേഷിക്കണം. അതുവരെ ഈശ്വരൻ ആരാണ് എന്നായിരുന്നു അന്വേഷിക്കുന്നത്.